ഈ പാർട്ടിൽ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഷോർട്ട് കുർത്തേൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത്. ഒന്ന് ബാക്ക് പീസും ഒന്ന് ഫ്രണ്ടിലെ പീസും ഒന്ന് സ്ലീവ്സ്. പിന്നെ ഈ ഒരു നീളത്തിലുള്ള പീസ് നമ്മൾ ബാക്കിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മളെ ബാക്കിലെ പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കാണ് ഫസ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്ക് മറച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പീസ് ഞാൻ ഈ ടോപ്പിൻ്റെ നല്ല ഭാഗത്ത് നിന്ന് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു അകംവശത്തു കൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച പീസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഷേപ്പിൽ കൂടിയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം പ്രോസസ്സ് കൂടി തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ടോപ്പിൻ്റെ നല്ല ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നെക്കിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു വരയ്ക്കുന്ന ഇതിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ നെക്ക് മറച്ചടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് വെക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് നെക്ക് മറച്ചടിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങും ഈ ടോപ്പിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. ഇനി നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടോപ്പിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ ടോപ്പിൻ്റെ നല്ല ഭാഗത്തേക്ക് ആ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നെക്ക് അടിക്കുക. അതിനുശേഷം നമ്മൾ എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെക്കിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് നെക്കും ബാക്കിലെ നെക്കും ഫ്രണ്ടിലെ നെക്കും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ മറച്ചടിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് മറയാനും കുറച്ചും കൂടെ നീറ്റായിട്ട് നിൽക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ട് നെക്കും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ പിൻസൊക്കെ ഞാനിവിടെ ഊരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട് നെക്കിലേക്ക് നമ്മൾ മറച്ചടിക്കാൻ വേണ്ടി വെച്ച പീസാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പീസുകൾ എടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ വിധത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം ഈ ഒരു ഉള്ളിലെ പീസ് നമുക്ക് ഇതേപോലെ 3 ഭാഗവും നമ്മളൊന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരു നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു 3 ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മറച്ചടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഉള്ളിലേക്ക് ഇതേപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഈ തയ്യൽ തുമ്പും ലൈനിങ്ങിൻ്റെ പീസിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ തുണിയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ ഒരു തുണി ഇതേപോലെ നമ്മൾ പിടിക്കുക. അപ്പോൾ നമ്മളെ തയ്യൽ തുമ്പ് ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരണം. അതിനുശേഷം നമ്മൾ അതിൽ കൂടെ നമ്മൾ ഏത് ഷേപ്പാണോ നമ്മൾ നെക്ക് വെട്ടിയത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് മറച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ബാക്കിൽ വരുന്നതും ഫ്രണ്ടിൽ വരുന്നതും നെക്കുകൾ ഞാൻ ഇതേപോലെ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഇതേപോലെയാണ് വെക്കേണ്ടത്. അതായത് രണ്ടിൻ്റെയും നല്ല ഭാഗം ഇതേപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം ഈ ഷോൾഡർ ഇതേപോലെ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ട് ഷോൾഡർ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഉള്ളിലേക്ക് നെക്കിൽ മറച്ചടിക്കാൻ വേണ്ടി വെച്ച ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ പുറത്തേക്കാണ് ഇടേണ്ടത്. അത് നമ്മൾ ഉള്ളിലേക്ക് ആക്കി വെക്കരുത്. അതും നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന അതും ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് നമ്മൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിത് ആ ഒരു ബാക്കി വരുന്ന ആ ഒരു പീസിൻ്റെ ഭാഗം ഞാനിവിടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിനി നെക്ക് പതിച്ചടിക്കുകയാണ് വേണ്ടത്. ഇതുവരെ നമ്മൾ നെക്കിൻ്റെ അറ്റത്ത് കൂടി നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. അപ്പോൾ ഇനിയാണ് നമ്മൾ നെക്കിൽ കൂടി നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിതാ ഇതേപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിൽ ലൈനിങ്ങിൻ്റെ തുണിയിൽ കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് നെക്ക് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നെക്കിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു നെക്ക് ഇങ്ങനെ ഫുൾ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേണ്ട സ്ലീവ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്ലീവ്സ് നമുക്ക് 2 ഭാഗത്തേക്കും കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഏതാണ് ലെഫ്റ്റിലേക്കും ഏതാണ് റൈറ്റിലേക്കും കൊടുക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഈ ഒരു സ്ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ്സ് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെൻറ്റർ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റും നമ്മൾ ആ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു പോയിന്റും തമ്മിൽ ഇതേപോലെ യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ ആ 2 സെൻറ്റർ പോയിന്റും ഒരേപോലെ വരുന്ന പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഇനി നിങ്ങൾക്ക് മാറിപ്പോവും എന്നുള്ളതാണെങ്കിൽ ഇതേപോലെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഞാനിവിടെ ചെയ്യാറ് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതേപോലെ ഒരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം പിന്നെയും ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെയും ഇപ്പുറത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ ചെയ്യല്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 ഭാഗത്തെ സ്ലീവ്സും നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ബാക്കിലേക്ക് ടൈ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മറച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മളെ ഈ ഒരു ബാക്കിൽ കെട്ടേണ്ട വള്ളി ഇതേപോലെ ഉണ്ട്. നമ്മൾ ടോപ്പിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് നമുക്ക്
നമുക്ക് എവിടേക്കാണ് ടൈ വരുന്ന ആ ഒരു ഇത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിത് ഈ ടോപ്പ് ഇതേപോലെ ഞാൻ നിവർത്തിയിട്ടിട്ട് നമ്മൾ ആ ബാക്കിൽ വരുന്ന പീസ് ഞാൻ ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്കിൽ വരുന്ന ഭാഗം മാത്രമാണ് കേട്ടോ നമ്മൾ ഇതേപോലെ മടക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു മടക്കി വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് കിട്ടും. അത് ഞാൻ ഇതേപോലെ ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നീളത്തിൽ മുകളിൽ മുതൽ താഴെ വരെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു ബാക്കിലെ ഭാഗം ഞാൻ ഇതേപോലെ നിവർത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എവിടേക്കാണ് ആ ടൈ വരേണ്ടത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടുന്ന് നേരെ താഴേക്ക് ഞാൻ ഇതേപോലെ ഒരു 8 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 8 ഇഞ്ച് എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ മുതലാണ് ആ ഒരു ടൈ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കിയിട്ട് ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 ഇഞ്ചാണ്. ഇനി നമ്മൾ ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ഞാനൊരു ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒരു 4 ഇഞ്ച് വീതം ഞാൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുക്കുന്നുണ്ട്. ആ ഒരു സെൻറ്റർ പോയിന്റിൽ ഇപ്പുറത്തേക്ക് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തു, അപ്പുറത്തേക്കും ഞാൻ ഇതേപോലെ ഒന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ കിട്ടിയ 2 മാർക്കുകളും തമ്മിൽ ഇതേപോലെ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഞാൻ ആ ഒരു മുകളിൽ നിന്ന് അളവെടുത്തിട്ട് എനിക്ക് എവിടം വരെയാണോ വേണ്ടത്, അതായത് ഞാനിവിടെ ഒരു 15 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ച് മുതൽ 15 ഇഞ്ച് വരെയാണ് ഞാൻ ആ ഒരു ടൈ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള 8 ഇഞ്ച് മുതൽ താഴത്തെ 15 ഇഞ്ച് വരെ ഞാനൊരു 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഓരോരോ പോയിന്റുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്ത ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ആ ഒരു ടൈ കൊടുക്കേണ്ട ഒരു സാധനം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മാർക്ക് ഞാനൊന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ്. അപ്പം ഒരേ അളവിലാണ് നമ്മൾ ഈ ഒരു ടൈ കൊടുക്കേണ്ട ആ ഒരു സാധനം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പുറത്തും അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ അപ്പുറത്ത് നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് അതേപോലെ തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് മെഷർമെൻറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ ഒരു വള്ളി തയ്ച്ചില്ലേ, ആ ഒരു വള്ളിയിൽ നിന്ന് ഞാനിത് 3 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലത്തെ പീസസുകൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണമാണോ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്രയും പീസസ് ഇതേപോലെ എടുക്കേണ്ടതാണ് കേട്ടോ. ഇനി അതിനുശേഷം ആ എടുത്തിട്ടുള്ള ഈ ഒരു ചെറിയൊരു പീസ് നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പീസസും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഹോൾ ഉണ്ടാവും. ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മൾ ആ ഒരു വള്ളി നമ്മൾ സിക്സാക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിൻ്റെ പിന്നാലെ തന്നെ മറ്റേത് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര എണ്ണമാണോ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അത്ര എണ്ണം നിങ്ങൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സാധനം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അവിടേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രം വെച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ വെക്കുന്നത്. അതായത് ഇങ്ങനെ വെച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ടോപ്പിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ വെക്കുന്നത്, ഉള്ളിലൊന്നുമല്ല. നമ്മൾ ഈ ടോപ്പിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ലൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് വരേണ്ടത് നമ്മളെ ഈ ഒരു ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു തയ്യൽ തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നല്ല ഭാഗത്ത് കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കും. അപ്പോൾ ചില ടോപ്പിലും ചില ഡ്രസ്സിലൊക്കെ നമ്മളൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടക്ക് ഇടൂലേ, ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഭാഗത്ത് കൂടി ഇതൊന്ന് നീളത്തിൽ നമ്മൾ ആ ടക്ക് ഇടുന്ന അത്രയും ഭാഗം ഇതേപോലെ നമ്മൾ ആ ലൂപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തയ്യൽ തുമ്പും നമ്മൾ ആ ഒരു വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു ബാക്കി ഭാഗമൊക്കെ നമുക്ക് ഇതേപോലെ വിസിബിൾ ആയിട്ട് കാണും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമ്മളിത് ഇതേപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാല് ഭാഗം നമ്മളിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ തുണി കീറി പോവാതിരിക്കാനും ആ ഒരു സ്റ്റിച്ച് പോവാണ്ടേ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ ഉൾഭാഗം ഇതേപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ പുറത്തു കൂടെ അടിച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ച് നമുക്കിത് ഇതേപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ എന്താക്കുക, ആ ഒരു സ്റ്റിച്ചിൽ കൂടെ തന്നെ നമ്മുടെ ഉൾവശത്ത് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിൽ ആ ഒരു നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും സ്റ്റിച്ചിൻ്റെ അത്രയും ഭാഗം ഉൾഭാഗത്ത് കൂടിയിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു ടക്ക് ഇടുന്ന അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ലൂപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കിയിട്ടൊരു ടക്ക് പോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്കും നമ്മളെ പുറത്തേക്കും ഇതിൻ്റെ ഒരു തയ്യൽ തുമ്പോ അങ്ങനെയൊന്നും കാണാതെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുറം ഭാഗം ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ
വള്ളി ഇടേണ്ട ലൂപ്പാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ നമ്മൾ ലൂപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഉൾഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ പുറം ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിൻ്റെ തയ്യൽ തുമ്പൊന്നും നമുക്ക് കാണാതെ നല്ല നീറ്റായിട്ട് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മാത്രം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു വള്ളി ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ടോപ്പ് ഇതേപോലെ നമ്മൾ ഉൾവശത്തേക്കാക്കിയിട്ട് ഇതേപോലെ പിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു സ്ലീവിൻ്റെ ഭാഗം തുടങ്ങിയിട്ട് നമ്മളെ ഷേപ്പിൻ്റെ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ടോപ്പ് നല്ലോണം ഒന്ന് ഇതേപോലെ രണ്ട് പീസുകളും ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരേപോലെ തന്നെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതാ ഈ ഒരു ഞാനിവിടെ ഈ വരച്ചു കൊടുക്കുന്ന ഈ ഒരു വരയിൽ കൂടെയാണ് നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇതാക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കില്ലേ, ഈ ഒരു മാർക്കിൻ്റെ അവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത്. നമ്മൾ ഒരിക്കലും ഇത് പുറത്തേക്ക് അടിച്ചിറക്കരുത്. നമ്മൾ ആ ഒരു പോയിന്റിൽ നമ്മളവിടെ അടിച്ച് നിർത്തണം. എന്നിട്ട് അവിടുന്ന് തുടങ്ങിയിട്ട് താഴെ വരെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഓപ്പൺ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഒരേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ വരേണ്ട രണ്ട് ഭാഗത്തും നമ്മൾ ഒരേ അളവിൽ തന്നെ അടിച്ച് നിർത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ അറ്റം മടക്കി അടിക്കാനാണ്. അപ്പോൾ ഞാനിവിടെ സാധാ പോലെയാണ് കേട്ടോ മടക്കി അടിക്കുന്നത്. അതായത് ഒരു മടക്കി ഇതേപോലെ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു സ്ലീവിൻ്റെ റൗണ്ട് ഫുള്ളും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗം സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സ്ലിറ്റ് വരുന്നതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ അറ്റഭാഗവും നമ്മൾ ഇതേപോലെ ഒരു മടക്ക് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് ഒന്ന് സാധാ പോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം അടിച്ച് ഇറക്കാണ്ട് നമ്മളിവിടെ നിർത്തിയ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അത് ചെയ്യേണ്ടത് ഇതേപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗം വരെ നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിത് ഈ ഒരു ഭാഗം ഒന്ന് മടക്കിയിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് ഇതേപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ നേരെ പിടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കുമ്പോൾ നമ്മൾ ഒരേ ലെവലിൽ മടക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മടക്കിയിട്ട് ഇവിടുന്ന് ഒരറ്റത്തുനിന്ന് ഞാൻ ഇതേപോലെ ഈ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മടക്കിയ ആ ഒരു മടക്കിൻ്റെ ഒരളവിൽ ഞാൻ മുകളിലേക്കും മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ മുകളിൽ വരെ നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് സാധാ പോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോൾ അവിടെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഞാൻ ഈ ഒരു തുണി തിരിച്ചു കൊടുക്കുന്നുണ്ട്. തിരിച്ചു കൊടുത്തതിന് ശേഷം അപ്പുറത്തുള്ള നമ്മൾ സ്ലിറ്റ് അടിക്കേണ്ട ആ ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷമാണ് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് അവിടെ മടക്കി പിടിച്ചതിന് ശേഷം ഞാനിതാ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ തുണി തിരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴും ഞാൻ എൻ്റെ കൈ അവിടുന്ന് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അപ്പുറത്തുനിന്ന് അടിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ താഴേക്ക് അടിച്ചിറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി ആ ഭാഗത്തുനിന്ന് നമ്മൾ അടിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ അത് എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാനിവിടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഉള്ളിലും ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടക്കുന്ന ഉള്ളിലേക്ക് മടക്കുന്ന ആ ഒരു അളവും തുല്യമായിരിക്കണം. നമ്മൾ ഈ ഒരു സൂചി കുത്തി നിർത്തുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം മാത്രം നമ്മൾ തുണി തിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ലിറ്റ് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും ഇതേപോലെ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടോപ്പിൻ്റെ താഴെ ഭാഗം നമ്മളൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു ലേസ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ താഴെ ഭാഗത്തും സ്ലീവ്സിൻ്റെ അറ്റഭാഗത്തും ഇതേപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേസ് ഞാനൊരു 3 മീറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് മീറ്ററിന് 13 രൂപയുള്ള ലേസാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോട്ടൻ്റെ 2 മീറ്റർ ഉള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലുള്ള ആ ഒരു വള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് കുർത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് കുർത്തിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും. അപ്പോൾ ഷോർട്ട് കുർത്തി എങ്ങനെ ഉണ്ടെന്നുള്ളതും കൂടി പറയൂ കേട്ടോ.